നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. നാട് മുങ്ങുമ്പോൾ മുഖ്യമന്ത്രിക്ക് വിരുന്ന് പ്രധാനം, രൂക്ഷ വിമർശനം. PSC ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ വീണ്ടും അവസരം. ചെറിയ വീഴ്ചകൾക്ക് പോലും വലിയ വില കൊടുക്കേണ്ടി വരും. മുഖ്യമന്ത്രി ഉത്തരവാദിത്വം നിറവേറ്റണം. CPIM. എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ, ജനങ്ങൾ പറയുന്നു. മഴ കനക്കുന്നു. സംസ്ഥാനത്തെ 8 ജില്ലകളിൽ നാളെ അവധി. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ വൻ സ്വർണ്ണവേട്ട. രണ്ടാഴ്ചക്കിടെ 11 കോടിയുടെ സ്വർണം പിടികൂടി. 9 അറസ്റ്റ്. വെള്ളം കയറി ചെറുപുഴയ്ക്ക് സമീപം ചിക്കൻ ഫാമിലെ 6300 കോടികൾ ചത്തു. ശുചീകരണ സംവിധാനങ്ങളില്ല. പ്രളയത്തിൽ വലഞ്ഞ ജനം. റവന്യൂ വകുപ്പ് കാര്യക്ഷമമാക്കണമെന്ന് അബിൻ വർക്കി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നാട് മുങ്ങുമ്പോൾ മുഖ്യമന്ത്രിക്ക് വിരുന്നു പ്രധാനം, രൂക്ഷ വിമർശനം. കേരളം മഴയിൽ മുങ്ങുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രി VD സതീശൻ യാതൊരു ഇടപെടലും നടത്താതെ സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ രൂക്ഷ വിമർശനം. ശനിയാഴ്ച മഴക്കെടുതിയിൽ 9 പേർ മരിക്കുകയും വ്യാപക നാശം സംഭവിക്കുകയും ചെയ്തിട്ടും മുഖ്യമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായതേയില്ല. അതേസമയം ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി പൊന്നാനിയിൽ മുസ്ലിം ലീഗ് നേതാവിൻ്റെ വിരുന്നിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഫൈസൽ വഹാഫി തങ്ങളുടെ പൊന്നാനിയിലെ വീട്ടിൽ മുഖ്യമന്ത്രി ഉച്ചഭക്ഷണത്തിനെത്തിയതും സൽക്കാരത്തിൽ പങ്കെടുത്തതിൻ്റെയും ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ഫൈസൽ വഹാഫി തങ്ങൾ തന്നെയാണ് സതീശൻ്റെ വീട്ടിൽ എത്തിയതിൻ്റെ ദൃശ്യങ്ങളിൽ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചത്. വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് മുഖ്യമന്ത്രിയെ വിമർശിച്ച് രംഗത്തെത്തിയത്. കേരളത്തിൽ മുൻകാലങ്ങളിൽ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ എല്ലാ പരിപാടികളും റദ്ദാക്കി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് നിരവധി പേർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിർണായകമായ സന്ദർഭത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുറ്റകരമായ അനാസ്ഥയും ഏകോപനമില്ലായ്മയും ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രി പൊന്നാനിയിൽ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ ജനങ്ങൾ പ്രാണഭയത്തിലായിരുന്നു. മഴ മുന്നറിയിപ്പ് നൽകുന്നതിലും ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങളിലും ഗുരുതരമായ പാളിച്ചയാണ് സംഭവിച്ചതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വീഡിയോ ആദ്യം വിശ്വസിക്കാനായില്ലെന്നും നാട് വെള്ളത്തിലായി മനുഷ്യർ ആശങ്കയിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഈ ഔചിത്യമില്ലായ്മ കാണിക്കുമെന്ന് കരുതിയില്ലെന്നും റഹീം MP പ്രതികരിച്ചു. മഴക്കെടുതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഓഫീസുകൾക്കും വൻ വീഴ്ചയാണ് സംഭവിച്ചത്. ദുരിതബാധിത പ്രദേശങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ എത്തിക്കുന്നതിൽ കാലതാമസം നേരിട്ടും അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നതിൽ മിക്കയിടത്തും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നതായി ആക്ഷേപമുണ്ട്. ചിറയൻകീഴ് പെരുമാതുറയിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കുള്ള തെരച്ചിലിന് 13 മണിക്കൂർ കഴിഞ്ഞാണ് കോസ്റ്റൽ പോലീസ് എത്തിയത്. സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ പോലീസ് സ്റ്റേഷൻ തീരദേശ റോഡും ഉപരോധിച്ചു. അതിശക്തമായ മഴ പെയ്ത പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ വെള്ളിയാഴ്ച രാത്രി വരെയും ഓറഞ്ച് അലർട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒറ്റപ്പെട്ട ഇടയങ്ങളിൽ 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ പെയ്തേക്കുമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ പത്തനംതിട്ട ലാഹിയിൽ മാത്രം ശനിയാഴ്ച രാവിലെ 8:30 വരെ 248 മില്ലിമീറ്റർ മഴ പെയ്തു. റെഡ് അലർട്ടിന് സമാനമായ മഴ പെയ്യുമെന്ന് അർദ്ധരാത്രി പിന്നിട്ട ശേഷമാണ് മുന്നറിയിപ്പ് വന്നത്. നദികളിൽ പ്രളയ സമാന രീതിയിൽ ജലനിരപ്പ് ഉയരുമെന്ന് ശനിയാഴ്ച രാവിലെ 10 ശേഷമാണ് അറിയിച്ചത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് കടലാക്രമണ സാധ്യത പ്രഖ്യാപിച്ചത്. ശനിയാഴ്ച രാവിലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ കനത്ത മഴ പെയ്ത പ്രദേശങ്ങളിൽ വിവിധ പ്രദേശത്ത് ജനങ്ങൾ ഒറ്റപ്പെട്ട നിലയിലായി. എന്ത് ഡീസൻ്റായിരുന്നു വിജയൻ, ജനങ്ങൾ പറയുന്നു. വെളിച്ചമില്ല, യാതൊന്നുമില്ല, ഞങ്ങൾ ആകപ്പാടെ അനാഥമായി. എന്ത് ഡീസൻ്റായിരുന്നു വിജയൻ. ആറന്മുളയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നുള്ള അമ്മയുടെ വാക്കുകളുണ്ട് എല്ലാം. ഇന്നലെ രാവിലെ വന്നതാണ്. വെള്ളമില്ല, വെളിച്ചമില്ല, ഒരു സൗകര്യങ്ങളുമില്ല. എന്ത് സർക്കാരാണിത്? ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവർ കയറിപ്പോന്നത്? ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനേക്കാളും എന്ത് ഡീസൻ്റായിരുന്നു വിജയൻ. പ്രമുഖ ചാനൽ നൽകിയ ദുരിതബാധിതയായ അമ്മയുടെ വീഡിയോ ലക്ഷങ്ങളാണ് ഇതിനോടകം കണ്ടത്. ഇതാണ് ഇന്ന് കേരളത്തിൻ്റെ മനസ്സ്. ജില്ലയിൽ 18 ക്യാമ്പുകളിലായി 905 പേർ. കേളകം ബോയ്സ് ടൗൺ മാനന്തവാടി റോഡ് അടച്ചു.
മഴക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം 18ആയി. 905 പേരാണ് ക്യാമ്പുകളിലുള്ളത്. ഇതിൽ 384 പേർ സ്ത്രീകളും 324 പേർ പുരുഷന്മാരുമാണ്. തളിപ്പറമ്പെട്ട്, ഇരിട്ടിയാറ്, പയ്യന്നൂർ 3, തലശ്ശേരി 1 എന്നിങ്ങനെയാണ് താലൂക്ക് തലത്തിൽ ക്യാമ്പുകളുടെ കണക്ക്. പയ്യാവൂർ വില്ലേജിൽ ചെറുപുഷ്പം സ്കൂളിലെ ക്യാമ്പിലാണ് കൂടുതൽ പേർ, 184. ഉദയഗിരി വില്ലേജിൽ 4 ക്യാമ്പുകളുണ്ട്. സംസ്ഥാന വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പായം ഗ്രാമപഞ്ചായത്തിലെ കിളിയന്തറ 5 ഏക്കർ പുനരധിവാസ ഭൂമിയിൽ വിള്ളൽ സന്ദർശിച്ചു. ഇവിടെ മുകൾ വരിയിലെ വലിയ മതിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സ്ഥിതിയിലാണ്. മതിൽ വീണാൽ തൊട്ടടുത്ത വരിയിലെ 6 വീടുകൾ പൂർണ്ണമായും തകരും. ഈ വീടുകളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പായം നരിമട ഉന്നതിയിലെ തകർന്ന വീട് മന്ത്രി സന്ദർശിച്ചു. അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ആനപ്പന്തി വാർഡിലെ തൊട്ടിയിൽ കുഞ്ഞു മുഹമ്മദ്, തൊട്ടിയിൽ ബിൽക്കീസ് എന്നിവരുടെ തകർന്ന വീടുകളും മന്ത്രി നേരിൽ കണ്ടു. ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. കേളകം ബോയ്സ് ടൗൺ ആനന്ദവാടി റോഡ് താൽക്കാലികമായി അടച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ഇതുവഴി വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചൽ, പാറക്കല്ലുകൾ റോഡിലേക്ക് പതിക്കൽ, മരങ്ങൾ കടപുഴകി വീഴൽ തുടങ്ങിയ അപകടങ്ങൾ സാധ്യതയുള്ളതായി പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. നെടുമ്പുഴ ചുരം വഴി യാത്രക്കാർക്ക് വയനാട്ടിലേക്ക് യാത്ര ചെയ്യാം. ഇതിനു പുറമെ കണ്ണവം വഴിയും തലശ്ശേരി, പള്ളൂർ, നാദാപുരം, കുറ്റ്യാടി ചുരം വഴിയും വയനാട്ടിലേക്ക് സഞ്ചരിക്കാം. പ്രതികൂല കാലാവസ്ഥയിൽ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ ജനങ്ങൾ വയനാട് യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. ഞാൻ ഭാരതീയൻ റിഹേഴ്സൽ ആരംഭിച്ചു. ഭാരതീയ നഗർ സ്വതന്ത്ര സമര സേനാനിയും കർഷക സംഘത്തിന്റെ സ്ഥാപക നേതാവുമായ വിഷ്ണു ഭാരതീയന്റെ ജീവിതയാത്ര അരങ്ങിലെത്തിക്കുന്നതിനായുള്ള പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. കവി മാധവൻ പുറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സദാ സമര സന്നദ്ധനായ ഒരു പോരാളിയായിരുന്നു ഭാരതീയൻ എന്ന് അദ്ദേഹം പറഞ്ഞു. സംഘടനകളുടെ ചട്ടക്കൂട്ടിലൊതുങ്ങാത്ത രാഷ്ട്രീയ ശരീരമായിരുന്നു ആ മനുഷ്യൻ. വിയോജിപ്പുകൾ അടക്കി നിർത്താത്ത അദ്ദേഹത്തിന്റെ ജീവിതം ആത്മസംഘർഷങ്ങൾ നിറഞ്ഞതായിരുന്നു, അദ്ദേഹം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസന്ന ശശീന്ദ്രൻ അധ്യക്ഷനായി. VP മഹേശ്വരൻ മാസ്റ്റർ, O നാരായണൻ, വിജയൻ നണിയൂർ, അഡ്വക്കേറ്റ് P അജയ്കുമാർ, OM രാമകൃഷ്ണൻ, ദിനേശ് നാറാത്ത്, T സുബ്രഹ്മണ്യൻ, മനീഷ് സാരംഗി, OM അജിത്, KP വിനോദ് കുമാർ കൊളച്ചേരി, കനകാംബരൻ, PV ഉണ്ണികൃഷ്ണൻ, വത്സൻ കൊളച്ചേരി, ഗണേഷ് മയ്യിൽ, CH സജീവൻ, രമേശൻ നണിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. നാടക സംവിധായകൻ ഡോക്ടർ സാംകുട്ടി പട്ടാങ്കരി വിശദീകരണം നടത്തി. VV ശ്രീനിവാസൻ സ്വാഗതവും വിജേഷ് നണിയൂർ നന്ദിയും പറഞ്ഞു. ചെറിയ വീഴ്ചകൾക്ക് പോലും വലിയ വില കൊടുക്കേണ്ടി വരും. മുഖ്യമന്ത്രി ഉത്തരവാദിത്തം നിറവേറ്റണം CPM. കാലവർഷക്കെടുതിയും കടലാക്രമണം ഉൾപ്പെടെ സംസ്ഥാനത്തെ അതിരൂക്ഷമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാനും ജനങ്ങളെ സഹായിക്കാനുമുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി VD സതീശൻ നിറവേറ്റണമെന്ന CPM സംസ്ഥാന സെക്രട്ടറി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നതിലേറെ കുടുംബങ്ങൾ ദുരിതത്തിലാണ്. അരക്ഷിതാവസ്ഥയിലുള്ള ജനങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നത് സംസ്ഥാന സർക്കാരിലും മുഖ്യമന്ത്രിയിലുമാണ്. സർക്കാർ സംവിധാനത്തെ ഏകോപിപ്പിക്കാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടയാളാണ് മുഖ്യമന്ത്രി. ജനങ്ങളാഗമനം ദുരിതത്തിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ സർക്കാർ സംവിധാനം ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കണം. മന്ത്രിമാരെ മാത്രം ചുമതലപ്പെടുത്തി ഏൽപ്പിച്ച് മാറി നിൽക്കേണ്ടതല്ല ആളല്ല. ദുരിത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി ജനങ്ങളോട് ജീവനും സ്വത്തിനും സംരക്ഷിക്കുക എന്നതാണ് ഭരണാധികാരിയുടെ പ്രഥമ കടമ. അത് നിർവഹിക്കാതിരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെ കാണാനാവൂ. സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചുവെന്നതും ജനം ദുരിതം അനുഭവിക്കുമ്പോൾ വിരുന്ന് നടക്കുന്നുവെന്നതും മുഖ്യമന്ത്രിക്കെതിരെ പൊതുസമൂഹത്തിൽ അടുത്ത വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ആവശ്യഘട്ടങ്ങളിലും ഉപയോഗിക്കാനാണ് സംസ്ഥാന ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. LDF സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ അതിനെ ധൂർത്തെന്ന് വിമർശിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. ജനങ്ങളെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും പ്രതിപക്ഷം നൽകുന്നുവെന്നും CPM അറിയിച്ചു. ഇപ്പോൾ തന്നെ LDF പ്രവർത്തകർ രക്ഷാപ്രവർത്തനങ്ങളിൽ രംഗത്തുണ്ട്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF എടുത്ത നിലപാട് ഇപ്പോൾ LDF സ്വീകരിക്കില്ല. ഒരുമിച്ചിറങ്ങി ഈ ദുരന്തത്തെ നേരിടാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പമ്പ കരകവിഞ്ഞ് വെള്ളപ്പൊക്ക സാധ്യതയുള്ളതായിട്ടും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ തയ്യാറായില്ല. കേരളത്തിന്റെ കിഴക്കൻ മലയോര മേഖലയിലും അതിതീവ്ര മഴ സാധ്യത പ്രവചിച്ചുവെങ്കിലും മുൻകൈയെടുക്കാൻ സർക്കാർ തയ്യാറായില്ല. ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. മുതലപ്പൊഴിയിൽ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ 13 മണിക്കൂർ വൈകിയാണ് കോസ്റ്റൽ പോലീസ് എത്തിയത്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള അനാസ്ഥയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്.
അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ ഉടൻ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം. കാലവർഷക്കെടുതിയുടെ ഭാഗമായി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ നേരിടുന്നതിന് എല്ലാ പാർട്ടി ഘടകങ്ങളും സജീവമായി രംഗത്തിറങ്ങണമെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. മഴ കനക്കുന്നു. സംസ്ഥാനത്തെ 8 ജില്ലകളിൽ നാളെ അവധി. മഴ ശക്തമായി തുടരുന്നതോടെ തിങ്കളാഴ്ച 8 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു. വയനാട്, ഇടുക്കി, തൃശൂർ, കാസർഗോഡ്, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കണ്ടെയ്നർ ഷിപ്പിന്റെ നിയന്ത്രണം നഷ്ടമായി. കൊച്ചി തീരത്തോ തലനാരിഴയ്ക്ക് ഒഴിവായത് വൻ ദുരന്തം. കൊച്ചിയിൽ തീരത്തേക്ക് എടുക്കുന്നതിനിടയിൽ കണ്ടെയ്നർ ഷിപ്പായ SNL മുംബൈയുടെ നിയന്ത്രണം നഷ്ടമായി. കണ്ടെയ്നറുകൾ തീരത്തേക്ക് മാറ്റുന്ന ടെക് ബോട്ടുകളുടെ സഹായത്തോടെയാണ് കപ്പൽ നിയന്ത്രണം വിധേയമാക്കിയത്. ടെക് ബോട്ടുകൾ എത്തുന്നതിന് മുമ്പ് കപ്പലിന്റെ നിയന്ത്രണം നഷ്ടമായി തീരത്തേക്ക് അമിത വേഗത്തിൽ അടുക്കുകയായിരുന്നു. അടിയന്തരമായ ടെക് ബോട്ടുകൾ എത്തുകയും സമയോചിതമായ ഇടപെടലുകളും ചെയ്തതോടെയാണ് വലിയ അപകടം ഒഴിവായത്. പെട്ടെന്ന് ടെക് ബോട്ടുകൾ എത്തിയതോടെയാണ് വേഗത നിയന്ത്രിക്കാൻ സാധിച്ചത്. ശുചീകരണ സംവിധാനങ്ങളില്ല, പ്രളയത്തിൽ വലഞ്ഞ് ജനം. റവന്യൂ വകുപ്പ് കാര്യക്ഷമമാകണമെന്ന് അബിൻ വർക്കി MLA. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാകുമ്പോൾ താറുമാറായ സർക്കാർ സംവിധാനങ്ങളിൽ വലഞ്ഞ് ജനം. റാണി ടൗണിൽ കെട്ടിനിന്ന വെള്ളമിറങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ശുചീകരണത്തിന് പോലും സർക്കാർ സംവിധാനങ്ങൾ എത്തിയില്ല. ടൗണിലെ കടകളെല്ലാം തന്നെ പകുതിയോളം വെള്ളത്തിനടിയിൽ ആയിരുന്നു. വെള്ളമിറങ്ങിയതോടെ ടൗണിലും നിരത്തുകളിലും ചെളിയും ഒഴുകി വന്ന സാധനങ്ങളും കൊണ്ട് നിറഞ്ഞ് തുണികളും കുപ്പികളും പാത്രങ്ങളും ചെളിയിൽ മുങ്ങി ടൗണിലാകെ നിറഞ്ഞതോടെ നടന്നോ വാഹനത്തിലോ ഇതിലെ സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. പലയിടത്തും ബന്ധപ്പെട്ടിട്ടും വൃത്തിയാക്കാൻ പോലും ഒരു സംവിധാനം ഒരുക്കാത്തതിനെ തുടർന്ന് വ്യാപാരികൾ പ്രതിഷേധം രേഖപ്പെടുത്തി. സർക്കാരിൻ്റെയും മന്ത്രിയുടെയും കളക്ടറുടെയും ഭാഗത്തു നിന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നും ടൗണിലെ വ്യാപാരികൾ ആവശ്യപ്പെട്ടു. അതേസമയം ആറന്മുള നിയോജക മണ്ഡലത്തിൽ കൂടുതൽ സഹായം എത്തിക്കാൻ റവന്യൂ വകുപ്പ് കാര്യക്ഷമമായി ഇടപെടണമെന്ന് അബിൻ വർക്കി MLA ആവശ്യപ്പെട്ടു. റാണിയിൽ നിന്നും വെള്ളമിറങ്ങുന്നതിനനുസരിച്ച് ആറന്മുളയിൽ വെള്ളക്കെട്ടുണ്ടാകും. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പലയിടത്തും അവശ്യ സാധനങ്ങൾ പോലും ഇല്ല. ഭക്ഷണം പോലുമില്ലാതെ പലരും മണിക്കൂറുകളോളം ദുരിതാശ്വാസ ക്യാമ്പിൽ തുടരുന്ന സ്ഥിതിയാണ്. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ വൻ സ്വർണ്ണവേട്ട. 2 ആഴ്ചക്കിടെ 11 കോടിയുടെ സ്വർണം പിടികൂടി, 9 അറസ്റ്റ്. സംസ്ഥാനത്തെ വിവിധ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ വ്യാപക പരിശോധനകളിൽ വൻ സ്വർണ്ണവേട്ട. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 14 കേസുകളായി 11 കോടി രൂപയിലധികം വിലമതിക്കുന്ന 8 കിലോഗ്രാം സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്തു. സംഭവത്തിൽ 6 മലയാളികളും 3 തമിഴ്നാട് സ്വദേശികളും ഉൾപ്പെടെ 9 പേരെ അറസ്റ്റ് ചെയ്തു. സ്വർണം പേസ്റ്റ് രൂപത്തിലാക്കിയും പ്രത്യേകം തയ്യാറാക്കിയ വസ്ത്രങ്ങൾക്കുള്ളിൽ ഒതുപ്പിച്ചും ശരീരത്തിനുള്ളിലും വിമാനത്തിൻ്റെ സീറ്റുകൾക്കുള്ളിലും കടത്തി കൊണ്ടുവരുവാനാണ് കള്ളക്കടത്തുകൾ പ്രധാനമായും ശ്രമിക്കുന്നത്. റവന്യൂ ഇൻ്റലിജൻസും കേരള പോലീസും കസ്റ്റംസുമായി ചേർന്ന് നടത്തിയ മികച്ച ഏകോപനവും സഹകരണവുമാണ് പല കേസുകളിലും സ്വർണം പിടികൂടാൻ സഹായകരമായതെന്ന് കസ്റ്റംസ് കമ്മീഷൻ അറിയിച്ചു. ഇത്തരം തട്ടിപ്പുകൾ തടയുന്നതിനായി യാത്രക്കാരുടെ പ്രൊഫൈലിങ്ങും ഇൻ്റലിജൻസ് നിരീക്ഷണവും കസ്റ്റംസ് കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സ്വർണ്ണ കള്ളക്കടത്തും തടയുന്നതിനും കസ്റ്റംസ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഈ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകളെയും ഏജന്റുമാരെയും കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. കാലവർഷക്കെടുതിയിൽ ജില്ലയുടെ മലയോരത്തെ സ്ഥിതി ആശങ്കാജനകമാണ്. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. കനത്ത മഴയുടെ കെടുതി പിന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. 13 വില്ലേജുകൾ വെള്ളപ്പൊക്ക സമാനമായ അവസ്ഥയാണ് ഇപ്പോഴും. 32 വില്ലേജുകളിൽ കെടുതി തുടരുകയാണ്. 6 ചെറിയ ഉരുൾപൊട്ടലുണ്ടായി. കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് അടിയന്തര നടപടി വൈകിയതാണ് ആഘാതം കൂട്ടിയതെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. മിക്ക സ്ഥലങ്ങളിലും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് നാട്ടുകാരും യുവജന സംഘടനകളുമാണ്. ഫയർഫോഴ്സ് അംഗം പോലും ഇതുവരെ എത്താത്ത മേഖലകളുണ്ട്. തകർന്ന റോഡും പൊട്ടിയ വൈദ്യുതി ലൈനും നന്നാക്കാൻ അടിയന്തര ഇടപെടൽ വേണം.
ചെറുപുഴയിൽ നിരവധി വീടുകളാണ് മുങ്ങിയത്. പകൽ സമയത്തെ മലവെള്ളപ്പാച്ചിലായതിനാലാണ് ആളപായം ഒഴിഞ്ഞത്. ഇവിടുത്തെ ഫാമിൽ 6000-ഓളം കോഴികളാണ് ചത്തത്. ഇതിനെ കുഴിച്ചിടാനുള്ള സഹായം പോലും അധികൃതർ ഏർപ്പെടുത്തിയിട്ടില്ല. വീട് ശുചീകരിക്കാനുള്ള നല്ല വെള്ളം യുവജന പ്രവർത്തകർ തലച്ചുമാടായി എത്തിക്കുന്ന അവസ്ഥയുമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിലും യാതൊരു ഏകോപനവുമില്ല. ഒന്നൊരുണ്ട് ഉദ്യോഗസ്ഥർ ഉണ്ടെന്നൊഴിച്ചാൽ അടിയന്തര ഇടപെടലിനുള്ള ഒരു നിർദ്ദേശവും ആരും നൽകിയിട്ടില്ല. മന്ത്രിയുടെ മണ്ഡലമായ പേരാവൂരിലും രക്ഷാപ്രവർത്തനത്തിലേക്ക് കാര്യസ്ഥ തുടരുകയാണ്. അതോടൊപ്പം പാൽച്ചുരം പാത അടച്ചിട്ട് യാത്രാ ദുരിതവും അടിച്ചേൽപ്പിച്ചിരുന്നു. സർക്കാരിന്റെ നിസ്സംഗതയ്ക്കിടയിലും നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും കൈമേയ് മറന്നുള്ള രക്ഷാപ്രവർത്തനമാണ് ഏക ആശ്വാസം. അത്തരം പ്രവർത്തനങ്ങൾ ഒരാഴ്ചയെങ്കിലും തുടർന്നാൽ മാത്രമേ മലയോര ഗ്രാമങ്ങൾ സാധാരണ നിലയിലാകൂ. CPM DYFI പ്രവർത്തകരുടെ ഏകോപനത്തിൽ ആ പ്രവർത്തനങ്ങൾ തുടരണം. ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണം, മരുന്ന് അടക്കമുള്ള പ്രാഥമിക കാര്യങ്ങളിൽ അടിയന്തര ശ്രദ്ധയുണ്ടാകണം. ആറളം അടക്കമുള്ള ആദിവാസി മേഖലയിലും പ്രത്യേക ശ്രദ്ധ എത്തിക്കാൻ പ്രവർത്തകർ ഇടപെടണം. ഇതിനേക്കാൾ വലിയ പ്രളയത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. നമ്മൾ കുറുകെ കടന്നിട്ടുമുണ്ട്. അന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രതിസന്ധിയിൽ രോഗം മൂർച്ഛിച്ചിരിക്കുന്ന വേളയിൽ 18 ദിവസം അദ്ദേഹം ആ ചികിത്സ മാറ്റിവെച്ച് തിരുവനന്തപുരത്ത് തങ്ങി എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് എല്ലാ ദിവസവും സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലെത്തി എല്ലാ വകുപ്പ് മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും എല്ലാ ദിവസവും കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായി പ്രോട്ടോകോൾ പുറത്തിറക്കി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഓരോ ദിവസവും പരിഷ്കരിച്ച് കൃത്യമായി ഏകോപിപ്പിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു. അതും 3ാം ഘട്ടം ആരോഗ്യത്തിലെ അദ്ദേഹത്തെ അലട്ടിയിരുന്ന രോഗാവസ്ഥ കടക്കുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിന്റെ വിദഗ്ധ ചികിത്സ 18 ദിവസം മാറ്റിവെച്ച് തിരുവനന്തപുരത്ത് തങ്ങിയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ ഏകോപിപ്പിച്ചൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഇതിനേക്കാൾ 10 മടങ്ങ് പ്രഹരശേഷിയുള്ള ആ പ്രളയത്തെ നമ്മൾ മുറിച്ചു നീന്തിയത് അങ്ങനെയുള്ള ഒരു ഏകോപനം കൂടിയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നിപ്പോ വീണ്ടും നമുക്കൊരു മുഖ്യമന്ത്രിയുണ്ട്, വീണ്ടും ഒരു സർക്കാർ വന്നിരിക്കുന്നു, വീണ്ടും പ്രളയസമാനമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇന്നത്തെ പ്രളയസമാനമായ സാഹചര്യത്തിൽ ഇന്നലെ രാവിലെ നമ്മൾ ഈ വാർത്താ സംപ്രേഷണം ആരംഭിക്കുമ്പോൾ, അതായത് രാവിലെ 7 മണിക്ക് ഈ സംപ്രേഷണം നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി ഇന്നലെ ആലുവയിലാണ്, എറണാകുളത്താണ് ഈ സമയത്തുള്ളത്. അതായത് ഈ വാർത്ത പുറത്തേക്ക് വരുന്ന സമയത്ത് ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും പ്രളയസമാനമായ സാഹചര്യം എന്നാണ് നമ്മളടക്കമുള്ള ചാനലുകൾ രാവിലെ 6 മണി മുതൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി തെക്കോട്ടുള്ള വണ്ടിയല്ല പിടിച്ചത്, പകരം ആലുവയിലേക്ക് അവിടെ ഡോക്ടർ ടോണി ഫെർണാണ്ടസിന്റെ ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിന് ഐസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നോക്കൂ. അദ്ദേഹം 10:30 ഈ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് അടുത്ത സ്വകാര്യ പരിപാടിക്ക് പോകുമ്പോൾ നമ്മളുടെ ടെലിവിഷൻ ചാനലുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നത് കോട്ടയത്ത് പൂഞ്ഞാറിൽ പയ്യാരത്തോട് നിന്ന് ജോസഫ് എന്ന ചെറുപ്പക്കാരന്റെ മൃതദേഹം കണ്ടെടുത്തു, അദ്ദേഹത്തിന്റെ അമ്മയുടെ മൃതദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നു എന്നായിരുന്നു. ഇടുക്കി കുടയത്തൂരിൽ അടൂർമലയിൽ സുമതി എന്ന സ്ത്രീയെ അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നും വാഗമൺ കോലാഹലമേട്ടിൽ പ്രഭാകരൻ നായരെ കണ്ടെത്തിയെന്നുമായിരുന്നു. സമയത്താണ് മുഖ്യമന്ത്രി വീണ്ടും വടക്കോട്ട് യാത്ര നടത്തുന്നതും സ്വകാര്യ പരിപാടികളിൽ തുടർച്ചയായിട്ട് പങ്കെടുക്കുന്നതും. ഇതിനെ കേവലം ഔചിത്യക്കുറവെന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ മതിയോ എന്നത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. വെള്ളം കയറി ചെറുപുഴയ്ക്ക് സമീപം ചിക്കൻ ഫാമിലെ 6300 കോഴികൾ ചത്തു. കനത്ത മഴയിൽ വെള്ളം കയറി ചെറുപുഴയ്ക്ക് സമീപം മീൻതുള്ളിയിലെ സൂര്യ PR എന്ന സംരംഭകയുടെ കേരള ചിക്കൻ ഫാമിലെ 6300 കോഴികൾ ചത്തു. ഇതിനു പുറമെ 39 ചാക്ക് കോഴിത്തീറ്റകൾ ഒഴുകിപ്പോയി. കുടുംബശ്രീയിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി വളർച്ച എത്തിയ ശേഷം കുടുംബശ്രീക്ക് തന്നെ തിരിച്ചു നൽകുന്ന ബൈബാക്ക് വ്യവസ്ഥയിലായിരുന്നു ഫാം നടത്തിയിരുന്നത്. പുതുതായി തുടങ്ങിയ ഫാമിലെ പൂർണ്ണ വളർച്ചെത്തിയ കോഴികളാണ് ചത്തത്. കോഴികളുടെ വില, തകർന്ന ഷെഡ്, നശിക്കപ്പെട്ട തീറ്റ പാത്രങ്ങൾ,
മോട്ടോർ പമ്പ് എന്നിവ ഉൾപ്പെടെ സംരംഭകയ്ക്ക് 3 ലക്ഷം രൂപയുടെ പ്രാഥമിക നഷ്ടം കണക്കാക്കുന്നു. കുടുംബശ്രീക്ക് 20 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് കണക്കാക്കുന്നത്. സംഭവസ്ഥലം ജില്ലാ കളക്ടർ പി വിശ്വനാഥ്, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി എസ് എന്നിവരടങ്ങിയ സംഘം സന്ദർശിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.